മലയാളികളുടെ ഭക്ഷണശീലം നമ്മൾ നാടനായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്. പിന്നെ ഇക്കൂട്ടത്തിൽ തന്നെ നമ്മൾ കുട്ടനാടൻ വിഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഫെസ്റ്റിവൽസൊക്കെ കാണാറുണ്ട്, കുട്ടനാടൻ ഫുഡ് ഫെസ്റ്റിവൽ. അപ്പോൾ കുട്ടനാടൻ വിഭവങ്ങൾക്കൊരു പ്രത്യേക ഡിമാൻഡാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് താറാവിൻ്റെ വ്യത്യസ്തമായ വിഭവങ്ങൾ. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ താറാവ് മപ്പാസ് ഉണ്ടാക്കാം, പിന്നെന്താ താറാവ് റോസ്റ്റ്. അപ്പോൾ നാടൻ താറാവാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ നാടൻ താറാവിന് ഒറ്റ കുഴപ്പമുള്ളൂ, കൂടുതലും എല്ലും പിന്നെന്താ പറയുക കഷ്ണത്തിന് വലിയ ഒരുപാട് ഫ്ലഷി അല്ല. പക്ഷേ ബ്രോയിലർ താറാവാണെങ്കിൽ നല്ല ഫ്ലഷി ആയിരിക്കും, പക്ഷേ രുചി കൂടുതൽ ആർക്കാണ്? നാടൻ താറാവിന് തന്നെ. അപ്പോൾ എല്ലെല്ലാം കടിച്ച് തിന്നാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നാടൻ താറാവ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ കോഴിയുടെ പോലെ അത്രയും അതിന് മാംസം ഉണ്ടാകില്ല, രുചിയുടെ കാര്യത്തിൽ മുന്നിൽ തന്നെയാണ്. എന്തായാലും നമ്മുടെ താറാവ് റോസ്റ്റ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക്, ഇതിനോട് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നാടൻ താറാവ് ഒരു വലുത് 8 കഷ്ണങ്ങളായി മുറിച്ചത്, സവാള 4 വലുത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, പച്ചമുളക് 4 വലുത് ചതച്ചത്, ഇഞ്ചി ചതച്ചത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി തരിതരിപ്പായി പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി 6 എണ്ണം ചതച്ചത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ 1/4 കിലോ, ഉരുളക്കിഴങ്ങ് 2 വലുത് തൊലി കളഞ്ഞ് ഇടത്തരം ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, കറിവേപ്പില ആവശ്യത്തിന്, വെള്ളം 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, വിനാഗിരി 1 ടേബിൾ സ്പൂൺ. ഇനി നമ്മളൊരു കുക്കറിലേക്ക്, ഇത് നാടൻ താറാവാണ് അതുകൊണ്ട് വേഗം ഇച്ചിരി കൂടുതലാണ്, ബ്രോയിലറാണെങ്കിൽ പെട്ടെന്ന് വേഗം, പക്ഷേ നാടൻ്റെ രുചി ഒന്ന് വേറെയാണ്. അപ്പോൾ പീസസ് ആയിട്ട് 8 കഷ്ണങ്ങൾ കുക്കറിലേക്ക് മാറ്റാം. നാടൻ താറാവ് മാക്സിമം സൈസുള്ളതാണ് ഞാൻ വാങ്ങിയത്, എന്നിട്ട് പോലും ഒരു 1.5 കിലോയ്ക്ക് ഉള്ളിലേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ വലിപ്പം. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം ചേർത്തിട്ടാണ് ഈ താറാവിനെ വേവിക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ചതച്ചത്, ഇപ്പോൾ നാടൻ വെളുത്തുള്ളി ആകുമ്പോൾ ചെറിയ അല്ലി, അത് ഞാൻ അതിൻ്റെ ഔട്ടർ സ്കിന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റിയതേ ഉള്ളൂ, ആ തൊലിയോട് കൂടിയൊക്കെ തന്നെയാണ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ചതച്ചെടുത്തതാണ്. അത് ഏകദേശം ഒരു 2 വലിയ സ്പൂൺ, 2 ഉണ്ടെന്ന് തന്നെ പറയാം, 2 ഉണ്ട വെളുത്തുള്ളി. ഇതിപ്പോൾ അതിൻ്റെ തൊലിയും എല്ലാം കൂടി വരുമ്പോൾ കുറച്ചുകൂടെ വലിപ്പം തോന്നിക്കുന്നതാണ്. അപ്പോൾ 2 ചെറിയ ഉണ്ട വെളുത്തുള്ളി, നാടൻ വെളുത്തുള്ളി ചതച്ചെടുത്തത്, അതുപോലെ ഇഞ്ചിയും ചതച്ചെടുത്തത് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ നിറച്ചിരിക്കട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കാം. അപ്പോൾ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ആണെങ്കിൽ 1.5 ടീസ്പൂൺ, ഇതിപ്പോൾ ചതച്ചത് 2 ടേബിൾ സ്പൂൺ, വലിയ സ്പൂണിന് 2. പിന്നെന്താ വേണ്ടത്? പിന്നെ പച്ചമുളക്, ഒരു 4 വലിയ പച്ചമുളക് ചതച്ചെടുക്കുക. ഇത് ചതയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാലും മതിയാകും. പിന്നെന്താ വേണ്ടത്? പിന്നെ കൊച്ചുള്ളി, ചെറിയ ഉള്ളി, സാമ്പാറിൻ്റെ ഉള്ളി, ഇത് ഏകദേശം ഒരു 6-7 ചെറിയ ഉള്ളി അതെടുത്തിട്ട് ചതച്ചത്. കുറേ ചതച്ച കാര്യങ്ങളായി കഴിഞ്ഞു. ഇനി കുറച്ച് ഉപ്പ് ചേർക്കാം, കഷ്ണങ്ങളിൽ പിടിക്കാൻ ആവശ്യമായ ഉപ്പ്. ബാക്കി ഉപ്പെല്ലാം നമുക്ക് അവസാനം ചേർക്കാൻ വേണമെങ്കിൽ ആദ്യം കുറച്ച് ഉപ്പ്. പിന്നെന്താ വേണ്ടത്? പിന്നെ കുരുമുളക് പൊടി. അപ്പോൾ ഇതിൻ്റെ എരിവെന്ന് പറയുന്നത് പച്ചമുളക് 4, ഇഞ്ചിയിലൊക്കെ ഇച്ചിരി എരിവുണ്ടാവുമല്ലോ. പിന്നെ തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് പൊടി, അല്ലെങ്കിൽ കുരുമുളക് മുഴുവൻ കുരുമുളക് ചതച്ചെടുത്താലും മതിയാകും. ഏതാണ്ട് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി. ഇനി എന്താ വേണ്ടത്? ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരൽപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഗരം മസാലപ്പൊടി, മസാല പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൂടി ചേർത്ത് പെരുംജീരകം പൊടിച്ചെടുത്ത് ഏകദേശം 1 ടീസ്പൂണോളം ചേർക്കാം. ഇനി ഒരു അല്പം മുളക് പൊടി ഒരുപാട് വേണ്ട, പച്ചമുളകും കുരുമുളകിൻ്റെയും രുചി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്, എന്നാലും ഒരു 1.5 ടീസ്പൂൺ വരെ മുളക് പൊടി, 1 മുതൽ 1.5 നോക്കിയിട്ട്, 1 ടീസ്പൂൺ ആയാലും മതി, അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ അല്പം മുളക് പൊടി. ഇനി എന്താ വേണ്ടത്? ഇനി നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഇളക്കി യോജിപ്പിക്കും. ഇറച്ചിയിലൊന്ന് നന്നായിട്ട് തിരുമ്മി ഇത് പിടിപ്പിക്കും. ഈ കാര്യങ്ങളെല്ലാം ഇറച്ചിയിലേക്ക് ഒന്ന് പറ്റി പിടിക്കട്ടെ, കൈ കൊണ്ടുള്ള തിരുമ്മലാണത്. ഇനി ഒരു കാര്യമുണ്ട്, വിനീഗർ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ മാക്സിമം ചേർക്കാം. ഓക്കെ, അപ്പം അതും ആയി. ഇനി കുറച്ച് വെള്ളം. ഇതിപ്പോൾ ഇറച്ചിയിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും, എന്നാലും കുറച്ച് ചാറ് വേണം നമുക്ക്. ഏകദേശം 1 കപ്പോളം വെള്ളം. ഉപ്പെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് ഇതൊന്ന് വേവിക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചേർത്ത് കഴിഞ്ഞു. വേവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ. ഇനി കുക്കർ അടയ്ക്കുന്നു.
നമുക്ക് അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഫ്ലെയിം ആദ്യം നമ്മളിപ്പോൾ നല്ല ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, നിറച്ച് തീയുണ്ട്. ഇതിൽ ഒരു വിസിൽ കേൾക്കട്ടെ. അത് കഴിഞ്ഞ് തീ ഒരല്പം കുറച്ച് കൊടുക്കുക. പിന്നെ ഒരു 15-20 മിനിറ്റ് സമയത്തിനുള്ളിൽ കുറച്ച് നേരം കൂടി വേവിക്കുക. അപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുന്നു. കുക്കർ അതിൻ്റെ ആവിയെല്ലാം പോയിട്ട് തുറന്ന് നോക്കുന്നു. കഷ്ണങ്ങളും ചാറും ഒക്കെ ആയിട്ട് നാടൻ കറി പോലെയൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനെ റോസ്റ്റാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ താറാവ് പാകത്തിന് വെന്തിട്ടുണ്ട്. കുറച്ച് സമയം ഞാൻ വെയിറ്റ് ചെയ്തു. കുക്കർ തുറന്നു കഴിഞ്ഞു. അപ്പോൾ അതായത് ഏകദേശം ഒരു 25 മിനിറ്റ് സമയം എടുത്തു. 25 മുതൽ 30 മിനിറ്റ് സമയം എന്ന് വെച്ചോളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ കുറേ ചാറും പീസസുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ ചാറ് അതുപോലെ ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ നെയ്യെല്ലാം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം മണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പീസസ് കഷ്ണങ്ങളൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒരു കണ്ണാപ്പ കൊണ്ട് കോരി മാറ്റണം. അപ്പോൾ തൊലിയോടുകൂടി തന്നെ വേവിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതിൻ്റെ ആ ഒരു രുചി കറക്റ്റായിട്ട് കിട്ടും. പിന്നെ തൊലി ഇങ്ങനെ വിട്ട് പോത്തൊന്നുമില്ല, അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇരുന്നോളൂ. വെന്തിട്ട് അതിൽ പറ്റിയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാറ്റി. അപ്പോൾ കറക്റ്റ് 8 പീസേ ഉള്ളൂ. ആ 8 പീസും മാറ്റി കഴിഞ്ഞു. ഇനി എന്താണ് അടുത്ത പരിപാടി? ഇനി വേണ്ടത് ഇതൊരു സൈഡിലിരിക്കട്ടെ. ഇനി മറ്റൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് ഇതിൽ ബാക്കി വന്നിരിക്കുന്ന ചാറ്, ഞാൻ ഒരു തുള്ളി എണ്ണ പോലും ഒഴിച്ചില്ല. പക്ഷേ കണ്ടല്ലോ, ഇത്രയും അതിൻ്റെ ഫാറ്റാണ്, താറാവിൽ നിന്നും ഇറങ്ങിയ നെയ്യ്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുപ്പ് വീണ്ടും കത്തിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഈ ചാറിൽ കിടന്ന ഈ ഇറച്ചി വെന്ത ഈ ചാറിൽ നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ വേവിക്കാൻ പോവാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇടത്തരം ചതുര കഷ്ണങ്ങളായി മുറിച്ചത്. 2 വലുത് അല്ലെങ്കിൽ 3 ഇടത്തരം, ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണം. അപ്പോൾ ഇത് തന്നെ ഒരു കറിയായിട്ട് വാസ്തവത്തിൽ ഉപയോഗിക്കാം നമുക്ക്, ഉരുളക്കിഴങ്ങ് കറി. അപ്പോൾ ഇതിൽ ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കാം. നമ്മൾ ഈ ജാറിൽ ഇച്ചിരി ഉപ്പ് ഒഴിച്ചിട്ടാണല്ലോ താറാവിനെ വെച്ചില്ലെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, വേണമെങ്കിൽ ഉരുളക്കിഴങ്ങിൽ പിടിക്കാനായിട്ട്. എന്നിട്ട് ഇനി നമ്മൾ പാത്രം ഒന്ന് അടച്ചിട്ടിട്ട് ഇത് വേവിക്കണം. നമ്മുടെ ഉരുളക്കിഴങ്ങ് വേകുന്നതിനൊപ്പം തന്നെ നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. കറിവേപ്പില നമ്മൾ അരച്ച് വേവിച്ച സമയത്ത് കറിവേപ്പില ചേർത്തിരുന്നില്ല, വേണമെങ്കിൽ ആ സമയത്തും ഇടാം. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് കറിവേപ്പില ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇനി ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇപ്പുറത്തെ അടുപ്പ് കത്തിച്ചിട്ട് ഈ പാത്രം നമ്മൾ ഇങ്ങോട്ട് മാറ്റുന്നു. ഇതേ അടുപ്പിൽ നമ്മൾ മറ്റൊരു ചീനിച്ചട്ടി വയ്ക്കുന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു സൈഡിലായിരുന്നു വെന്തുകൊള്ളട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണിത് തയ്യാറാക്കാൻ പോകുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ സവാള, എന്തായാലും ഉള്ളി എണ്ണയിലേക്ക് മാറ്റാം. നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്താൽ കൂടുതൽ രുചികരമായിരിക്കും. ഇനി നല്ല കരികരിപ്പായിട്ട് ഗോൾഡൻ ബ്രൗൺ, ഒരു സ്വർണ്ണ നിറത്തിലാണ് വറുത്ത് കോരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പിന്നെ ശ്രദ്ധ വേണം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ഏകദേശം വെന്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും മാറ്റാം. നോക്കാം. ഒരു 5 മിനിറ്റ് സമയം കൂടി കൊടുക്കാം. ഇനി വേണമെങ്കിൽ അടപ്പ് തുറന്നിട്ടിട്ട് വേവിക്കാം. കാര്യം നമുക്ക് കുറച്ച് വറ്റാനുണ്ട്, ചാറ് കുറച്ചുകൂടി ഒന്ന് കുറുകണം. അപ്പോൾ അടപ്പ് തുറന്ന് വെച്ച് വേവിച്ചാൽ മാത്രമേ ചാറ് പെട്ടെന്ന് വറ്റി കിട്ടുള്ളൂ. ഈ 2 കാര്യങ്ങൾ സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കട്ടെ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. കുറേ കാര്യങ്ങളായി. എന്തൊക്കെയായി? താറാവ് വേവിച്ച് ചാറിൽ നിന്ന് ഊറ്റി മാറ്റി, ഉരുളക്കിഴങ്ങ് അതേ ചാറിലിട്ട് വേവിച്ച് ഊറ്റി മാറ്റി, സവാള വറുത്ത് കോരി വെച്ചിരിക്കുന്നു, ചാറ് ഇവിടെ ബാക്കിയുണ്ട്. ഇനി ഈ ചൂടായി കിടക്കുന്ന ഇതേ എണ്ണയിൽ നമ്മൾ താറാവിൻ്റെ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ വറുക്കാൻ പോവാണ്.
കുറച്ച് അരപ്പ് ബാക്കിയുണ്ട് ഇതിൽ, അതിലേക്ക് തന്നെ മാറ്റാം. ഇനി ഇത് ഒരു ഇളം ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് മൂപ്പിച്ച് മാറ്റാം. ഒരുപാട് ഹാർഡാക്കണ്ട, ഒരുപാട് ബ്രൗൺ ആക്കണ്ട, എന്നൊരു ചെറിയ ബ്രൗൺ കളറാകണം. ഒരു സൈഡാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് അതും എണ്ണയിൽ നിന്ന് മാറ്റും. ഇനി എന്താണ്, ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് അരപ്പിൽ നിന്ന് മാറ്റിയില്ലേ, അത് നമ്മൾ ഇതേ എണ്ണയിലിട്ട് ഒന്ന് വറുക്കാൻ പോവാം. ഇത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് മൂത്ത് കിട്ടണം. അപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റി എല്ലാം കഴിഞ്ഞിട്ടാണ് അവസാനം നമ്മുടെ താറാവ് റോസ്റ്റ് റെഡിയാകാൻ. ഇനി നമ്മൾ നമ്മുടെ താറാവ് റോസ്റ്റ് റെഡിയാക്കാൻ പോവാണ്. അരപ്പ് വീണ്ടും അടുപ്പിലേക്ക് വെച്ചു. നല്ല കുറുകിയ അരപ്പാണ്, ഒരുപാട് അരപ്പൊന്നുമില്ല, കണ്ടല്ലോ. പിന്നെ ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന താറാവിൻ്റെ പീസസ് വീണ്ടും അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ അരപ്പ് വീണ്ടും തിളച്ചു തുടങ്ങി. താറാവ് ഇങ്ങനെ മുരിഞ്ഞിരിക്കുമല്ലേ, ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആകട്ടെ, ഈ അരപ്പൊക്കെ ഒന്ന് അതിൽ പറ്റി പിടിക്കട്ടെ. ഇനി ഇതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില എക്സ്ട്രാ ഇടാം, നമുക്ക് ഫ്രഷ് കറിവേപ്പില. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇതേ നല്ല കരിവരിപ്പായിട്ട് എടുക്കുക. സവാള, വറുത്ത സവാള, അരപ്പ്, വറുത്ത താറാവ്. ഇനി ഇതിലേക്ക് വറുത്ത് ഉരുളക്കിഴങ്ങിൻ്റെ പീസസ്, എല്ലാ കാര്യങ്ങളും കൂടി ഒന്നിച്ച് യോജിപ്പിക്കും. സാവധാനം ഇളക്കി യോജിപ്പിക്കും. എല്ലാം ഇങ്ങനെ ഇറച്ചിയിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകം. അപ്പോൾ കറക്റ്റ് 5 മിനിറ്റ് സമയം കഴിഞ്ഞു. നമ്മളുടെ താറാവ് റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോണു. ഇനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം.